ആവണീശ്വരം ഹയർ സെക്കൻഡറി സ്കൂളും നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിച്ച മധുരവന പദ്ധതി ഫലവൃക്ഷത്തൈ നട്ട് കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഫൗണ്ടേഷൻ ചീഫ് ജേക്കബ് എസ് മുണ്ടപ്പുളത്തെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. ആഗോളതാപനത്തിൽ നിന്നും വ്യതിചലിച്ച് ഭൂമി ആഗോള തിളക്കലിലേക്ക് മാറിയിരിക്കുന്നതായി മന്ത്രി പി പ്രസാദ് മധുരവന പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇപ്പോൾ സംജാതമായിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങൾക്ക് കാരണം ഭൂമിയിലെ വനങ്ങളും നദികളും ചെറുതോടുകളും വയലുകളും നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ പോലുള്ള സംഘടനകൾ സംഘടിപ്പിക്കുന്ന മധുരവനം പോലെയുള്ള പദ്ധതികളിൽ പങ്കാളിത്തം വഹിക്കുകയും പരിസ്ഥിതി വൃക്ഷ വ്യാപന പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിക്കണമെന്നും പ്രകൃതിയുടെ കാവലാളുകളായി ഓരോരുത്തരും മാറണമെന്നും മന്ത്രി വിദ്യാർത്ഥികളോട് നിർദ്ദേശിച്ചു. ട്രാൻസ്ലേഷൻ അങ്ങനെയാണ്, ആഗോള തിളക്കലിന്റെ യുഗം വന്നെത്തിയിരിക്കുന്നു എന്നത് വല്ലാത്തൊരു ഭീതിജനകമായ അവസ്ഥയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ കേരളത്തിൽ എത്ര നാൾ ഇങ്ങനെ നമുക്ക് നല്ലവണ്ണം ജീവിക്കാൻ കഴിയുമെന്നുള്ളൊരു ആശങ്ക ഒരു മന്ത്രി എന്നുള്ള തരത്തിലല്ല, രണ്ട് മക്കളുടെ അച്ഛൻ, നിങ്ങളെ പോലെയുള്ള രണ്ട് കുഞ്ഞുങ്ങളുടെ അച്ഛൻ എന്ന തരത്തിൽ എൻ്റെ മനസ്സിൽ വല്ലാണ്ട് വേദന എങ്ങനെയാണ് ഈ പരിഹാരം ഉണ്ടാവുക? നമ്മുടെ ജലാശയങ്ങൾക്ക് ചൂടിനെ പിടിച്ചു നിർത്താനുള്ള അല്ലെങ്കിൽ ഏറ്റുവാങ്ങാനുള്ള കഴിവുണ്ട്. ഇവിടെ പറഞ്ഞതല്ല അധ്യക്ഷന്റെ പ്രസംഗമാണ് എൻ്റെ പ്രസംഗത്തെ മൊത്തം ഇനി സ്വാധീനിക്കാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട് അത് പറയുന്നത്. നമ്മുടെ വയലുകൾക്ക് അതിനുള്ള കഴിവുണ്ട്, പക്ഷേ വയൽ നികത്തുക. ആരാണ് വയൽ നികത്തുന്നതിനകത്ത് നിൽക്കുന്നത്? സർക്കാർ പോലും വയൽ നികത്തുന്നു എന്ന് പറഞ്ഞു. ഒരു മന്ത്രി എന്നുള്ള തരത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാവുന്ന ഒരു കാര്യം നിലം നികത്തലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കെ പ്രകാശ് ബാബു XMLA അധ്യക്ഷനായിരുന്നു. നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ ജേക്കബ് എസ് മുണ്ടപ്പുളം മധുരവന പദ്ധതി വിശദീകരിച്ചു. ഹോർട്ടികോർപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് S വേണുഗോപാൽ മുഖ്യ പ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ R പത്മ, ഗിരീഷ് വിദ്യാർത്ഥികളെയും വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ആദരിച്ചു. MP സജീവ്, ആശാ ബിജു, നവാബ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ മീര R നായർ സ്വാഗതവും നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ സംസ്ഥാന ട്രഷറർ G രഞ്ജിത് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം.